ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 56-ാം ശ്ലോകം. ദുഃഖേഷനുദ്വിഗ്നമനാ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധഃ സ്ഥിതധീർമനിരുച്യതേ. ദുഃഖേഷു ആധ്യാത്മികാദിഷു പ്രാപ്തേഷു നോദ്വിഗ്നം ന പ്രക്ഷുവിതം ദുഃഖപ്രാപ്തോ മനോ യേശു സ്വയം അനുദ്വിഗ്ന മനാഹ. ദുഃഖം പ്രാപ്തമാകുമ്പോൾ മനസ്സ് ക്ഷുഭിതമാകാതിരിക്കുന്നു. ഇതൊരു സാധന നിർദ്ദേശിക്കുകയാണ്. ദുഃഖം പ്രാപ്തമാകുമ്പോൾ മനസ്സിൽ പ്രക്ഷോഭിതമാകാൻ പാടില്ല. മനസ്സ് ക്ഷോഭം വരാൻ പാടില്ല. തഥാ സുഖേഷു പ്രാപ്തേഷു വിഗതസ്പൃഹ തൃഷ്ണായസ്യ. അതുപോലെ തന്നെ സുഖം പ്രാപ്തമാകുമ്പോഴും വിഗതസ്പൃഹ തൃഷ്ണായസ്യ, സ്പൃഹ മനസ്സിൽ വരാൻ പാടില്ല. ന അഗ്നിരിവ ഇന്ധനാദ്യാധാനേ സുഖാനി അനുവർദ്ധതേ സ വിഗതസ്പൃഹ. അഗ്നിരിവ ഇന്ധനാദി ആധാനേ, ഇന്ധനാധാനം ചെയ്യുമ്പോൾ, അഗ്നിക്ക് വിറകും മറ്റും ഇട്ടുകൊടുക്കുമ്പോൾ അത് വർദ്ധിക്കുന്നു. അതുപോലെ സുഖാനി ന അനുവർദ്ധന്തേ, സുഖങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നില്ല. ന അനുവർദ്ധന്തേ, നേരത്തെ പറഞ്ഞല്ലോ, ന അനുശോചന്തി. അനുവർദ്ധനം അതിനെ തടയുക എന്നുള്ളതാണ്. അതാണ് ഒരാൾ സാധനയായി സ്വീകരിക്കേണ്ടത്. സുഖവും സംബന്ധിച്ചും ദുഃഖത്തെ സംബന്ധിച്ചും ഇത് അവശ്യം പ്രാപ്തമാകുന്നു. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. സ്ഥിതപ്രജ്ഞനാണെങ്കിലും ഇതെല്ലാം പ്രാപ്തമാകുന്നു. പ്രാപ്തേഷു എന്ന് പറഞ്ഞു. പ്രാരബ്ധം അനുസരിച്ച് ഇതെല്ലാം പ്രാപ്തമാകുന്നു. സാധകനെ സംബന്ധിച്ച് ഇതെല്ലാം പ്രാപ്തമാകുന്നു. അപ്പോൾ സാധനയെ സ്വീകരിക്കേണ്ട എന്താണ്? ന അനുവർദ്ധന്തേ, തുടർന്ന് അതിനെ വർദ്ധിക്കാൻ അനുവദിക്കരുത്. സുഖമായാലും ശരി, ദുഃഖമായാലും ശരി. ദുഃഖം വർദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിൽ ക്ഷോഭം ഉണ്ടാകുന്നു, മനസ്സ് അസ്വസ്ഥമാകുന്നു.
സുഖം വർദ്ധിക്കുമ്പോൾ അവിടെ തൃഷ്ണ, അതും മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നു. മനസ്സ് കൂടുതൽ വികല്പമാകുന്നു. അതുകൊണ്ട് ഇത് ഒഴിവാക്കുക. ഇതൊരു സാധനയായി സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. വീതരാഗ ഭയക്രോധ, രാഗശ്ച ഭയം ച ക്രോധശ്ച വീത വിഗത യസ്മാത് സവീതരാഗ ഭയക്രോധ. രാഗം, ഭയം, ക്രോധം തുടങ്ങിയ വികാരങ്ങൾ, അതായത് സാധാരണ സാധനയ്ക്ക് പ്രതികൂലമായി വരാം എന്നുള്ള വികാരങ്ങളാണിതെല്ലാം. രാഗഭയക്രോധങ്ങൾ ഇതെല്ലാം പ്രാപ്തമാകുന്നു. സാധകൻ ഇതെല്ലാം പ്രാപ്തമാകുമ്പോൾ വീത വിഗത യസ്മാ, അതിൽ നിന്നെല്ലാം അയാൾ വിഗതനാകണം, സ്വതന്ത്രനാകണം. അതിനെയും തുടരാൻ അനുവദിക്കരുത്. സ വീതരാഗ ഭയക്രോധ, അവനാണ് സ്ഥിതപ്രജ്ഞൻ. മുനിഹി, വ്യാഖ്യാനിക്കുന്നു സന്യാസി. അങ്ങനെയുള്ള മുനി സന്യാസി തഥാ ഉച്ചതേ. അങ്ങനെയുള്ള സന്യാസിയാണ് സ്ഥിതപ്രജ്ഞൻ. ധീ പ്രജ്ഞ, അതിന്റെ മറ്റൊരു ശബ്ദമാണ് ധീ. സ്ഥിതപ്രജ്ഞ, സ്ഥിതധീ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. ഇത് സാധനയായി സ്വീകരിക്കുക, അതാണ് ഇവിടെ പറയുന്നത്. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. അതിന്റെ അർത്ഥം വളരെ സ്പഷ്ടമാണ്. ദുഃഖേഷു അനുദ്വിഗ്നമനാഹ, ദുഃഖങ്ങൾ പ്രാപ്തമാകുമ്പോൾ അതിൽ ക്ഷോഭിക്കാത്ത മനസ്സോടുകൂടിയവൻ. സുഖേഷു വിഗതസ്പൃഹ, സുഖങ്ങൾ പ്രാപ്തമാകുമ്പോൾ അതിൽ തൃഷ്ണ ഇല്ലാത്തവൻ. വീതരാഗ ഭയക്രോധ, രാഗം, ഭയം, ക്രോധം ഇവ അതിജീവിച്ചവൻ ആയ മുനിഹി സന്യാസി സ്ഥിതധിഹി ഉച്ചതി, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. ഇതും ആ സ്ഥിതപ്രജ്ഞന്റെ ആന്തരികമായ ഭാവങ്ങളെ വിശദീകരിക്കുകയാണ്. അടുത്തത് യസ്സർവത്രാനഭിസ്നേഹ തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. കിഞ്ച യസ്സർവത്രേതി യോ മുനിഃ സർവത്ര ദേഹ ജീവിതാദിഷ്വപി അനഭിസ്നേഹോ അഭിസ്നേഹവർജിതഃ തത് പ്രാപ്യ ശുഭാശുഭം തത് ശുഭം അശുഭം വാ ലബ്ധ്വാ ന അഭിനന്ദതി ന ദ്വേഷ്ടി ശുഭം പ്രാപ്യ ന തുഷ്യതി ന ഹർഷ്യതി അശുഭം ച പ്രാപ്യ നിദ്വേഷ്ടി ഇത്യർത്ഥഃ. യോ മുനിഹി, മുനി നേരത്തെ പറഞ്ഞു സന്യാസി, സർവത്ര ദേഹ ജീവിതാദിഷ്വപി, ദേഹം, ജീവിതം തുടങ്ങിയ കാര്യങ്ങളിലും ജീവന വ്യാപാരങ്ങളിൽ, അതായത് ഒരു സന്യാസിയിൽ അവശ്യം പ്രാപ്തമാകുന്ന വ്യവഹാരങ്ങളിൽ കൂടി എന്താണ്
അനഭിസ്നേഹ അഭിസ്നേഹവർജിത. ഇവിടെ സ്നേഹം, പ്രേമം എന്നെല്ലാം നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നത്. അതിനെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ അതിനെ താമസവൃത്തിയിലാണ് പെടുത്തിയിരിക്കുന്നത്. സ്നേഹത്തെ സാധാരണ സ്നേഹത്തെ നമ്മൾ വളരെ പുകഴ്ത്തി പറയും, അത് വളരെ ശ്രേഷ്ഠമാണ്, ദിവ്യമാണെന്നല്ല. പക്ഷെ ഇവിടെ അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാത്വിക രാജസ താമസഭാവങ്ങളിൽ സ്നേഹം താമസഭാവമാണ്. എന്നുവെച്ചാൽ ഒരു സാധകനെ സംബന്ധിച്ച് ഗ്രാഹ്യവും ത്യാജ്യവും, സ്വീകരിക്കേണ്ടതും ത്യജിക്കേണ്ടതും ആയ മാനസിക വൃത്തികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്നേഹത്തെ ത്യാജ്യകോടിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ത്യജിക്കേണ്ടതാണ് നാം. എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കാരണം സ്നേഹം മനസ്സിൽ തോന്നുന്നത് അനുകൂലമായതിനോടാണ് സ്നേഹം തോന്നുന്നത്. ഒന്നിനെക്കുറിച്ചുള്ള അനുകൂല മനോഭാവം, ഇത് അനുകൂലമാണ് എന്നുള്ള മനോഭാവം തോന്നുമ്പോൾ അത് വ്യക്തിയോടാകാം വസ്തുവിനോടാകാം, അതിനോട് സ്നേഹം തോന്നുന്നു. മനസ്സിൽ അനുകൂല ഭാവം തോന്നുന്നു, അത് കഴിഞ്ഞ് അഹന്ത മമത, ഞാൻ എന്റേത്, ഈ രണ്ട് വികാരങ്ങളോടുകൂടി ചേർന്നാണ് സ്നേഹം പ്രത്യക്ഷപ്പെടുന്നത് അന്ധകരണത്തിൽ. എനിക്ക് എന്റേതിനോട് സ്നേഹം തോന്നുന്നു. നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ എന്റേത് എന്ന് പറയുന്നത് മോഹകാര്യമാണ്, തമസിന്റെ കാര്യമാണത്. അപ്പൊ സ്നേഹത്തിന് കാരണമായിരിക്കുന്നത് തമസ്സാണ്, മോഹമാണ്. അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. എന്റെ വിശദീകരണമല്ല, ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ എന്റെ എന്നുള്ള ചിത്തവൃത്തിക്ക്, രണ്ടും ചിത്തവൃത്തികളാണ്, അത് മോഹത്തിൽ നിന്നേ ഉണ്ടാകും, അജ്ഞാനത്തിൽ നിന്ന് അവിവേകത്തിൽ നിന്നേ ഉണ്ടാവും, വിവേകിക്കതില്ല. അതാണ് അനുകൂലമായ ഒന്നിൽ, എന്റേതായ ഒന്നിൽ സ്നേഹത്തെ ഉണ്ടാക്കുന്നത്. എന്റേതായ ഒരു വസ്തുവിന്റെ വൃദ്ധിയിൽ, അതിന്റെ വളർച്ചയിൽ, അതിന്റെ നന്മയിൽ സ്നേഹം തോന്നുന്നു. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള നാശം വരുമ്പോൾ അവിടെ ദുഃഖം തോന്നുന്നു, സ്നേഹത്തിന് വിപരീതമായിട്ടുള്ളത്. അപ്പോൾ അതിന് മൂലകാരണമായിരിക്കുന്ന എന്താണ്? മോഹവും അതിൽ നിന്നുണ്ടാകുന്ന എന്റെ എന്നുള്ള ഭാവമാണ്. മോഹം, ഞാൻ, എന്റേത്, ഇതെല്ലാം താമസമായതുകൊണ്ട് അതിനിമിത്തമായി ഉണ്ടാകുന്ന സ്നേഹവൃത്തി അത് താമസമാണ്, ത്യജിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അത് അജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ദൃഢമായിരിക്കും. അജ്ഞത എത്രമാത്രം വർദ്ധിക്കുന്നോ അതിനനുസരിച്ച് അതിന്റെ ദാർഢ്യം കൂടിയിരിക്കും, ശക്തമായ താമസവൃത്തിയായി. ആ താമസവൃത്തിയാണ് നമ്മൾ കാമ്യമായി കരുതുന്ന സ്നേഹം. അത് ദൃഢമാകുന്നതിനാണ് അഭിസ്നേഹം എന്ന് പറയുന്നത്. അഭിസ്നേഹം, ദൃഢമായി വരുന്ന സ്നേഹം. ഈ സ്നേഹം അനഭിസ്നേഹനായിരിക്കണം എന്നാണ്. അഭിസ്നേഹവർജിത, അങ്ങനെയുള്ള താമസവൃത്തി രൂപത്തിലുള്ള സ്നേഹവർജിതനായിരിക്കണം എന്നർത്ഥം. മമത കൊണ്ടുവരുന്ന ആ സ്നേഹവർജിതനായിരിക്കണം. വാസ്തവത്തിൽ ഈ സ്നേഹത്യാഗമാണ് ആധ്യാത്മിക ജീവിതത്തിലെ ത്യാഗം എന്ന് പറയുന്നത്. അതാണ് ആ സ്നേഹത്തെ വർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ത്യാഗമാണ്. അതുകൊണ്ടാണ് ഒരാൾ ആധ്യാത്മിക ജീവിതത്തിലേക്ക് പോകുന്ന ഒരാള് ഇതിനെ സ്നേഹപാശം എന്നാണ് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ജീവനെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. ശക്തമായ മമതയുടെ പ്രേരണ കൊണ്ടാണ് അതുണ്ടാകുന്നത്. ആ സ്നേഹപാശത്തെ വിച്ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുവൻ
ഉപേക്ഷിച്ചു പോകുന്നു, ത്യാഗം സ്വീകരിക്കുന്നു. പറയുന്നു നിജഗൃഹാത് പൂർണ്ണം വിനിർഗമ്യതാം. ഭാഷകാരൻ വേറെ ഭാഗത്തിൽ പറയും, നിജഗൃഹത്തിൽ നിന്നൊരുവൻ എന്ത് ചെയ്യുന്നു, ഒരു ജിജ്ഞാസ വിവിധിഷയുള്ളവൻ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിച്ചു പോകുന്നു. കാരണം അവനെ അവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ സ്നേഹത്തിന്റെ ബന്ധനമാണ്. അത് വളരെ ദൃഢമാണ്, വിച്ഛേദിക്കാൻ പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് ഭാര്യ പുത്രാദികളിലുള്ള സ്നേഹം, ധനസമ്പത്തിയിലുള്ള സ്നേഹം, മാതൃ പിതൃക്കളിലുള്ള സ്നേഹം, ഇങ്ങനെ വരുന്ന സ്നേഹം, ബന്ധുജനങ്ങളിലുള്ള സ്നേഹം, ഇതെല്ലാം അർജുനനൂടെ ഉണ്ടായത്. ബന്ധുജനം എന്ന് പറയുമ്പോൾ അതെല്ലാവരും വരും, മാതാവും പിതാവും സഹോദരങ്ങളും എല്ലാം വരും. അഭിസ്നേഹം, മമത, ആ സ്നേഹം ഇല്ലാതിരിക്കണം. അനഭിസ്നേഹം അതൊരാൾ സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞന്. അങ്ങനെ ഒരു സ്നേഹം ഇല്ല എന്നർത്ഥം. ആ സ്നേഹം വരണമെങ്കിൽ എന്ത് വേണം? ശരീരബോധം വേണം. ആ ശരീരബോധത്തെ, ഇപ്പോൾ ഒരാളെ അങ്ങനെ കരുതുന്നു, ഇയാൾ എന്റെ ഇന്ന ആളാണ്, എന്റെ ബന്ധുവാണ്, എന്റെ മാതാവാണ്, പിതാവാണ്, പുത്രനാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, എന്നെല്ലാം കരുതുന്നിടത്ത് എന്താണ്? ശരീര ബന്ധത്തിലൂടെയുള്ള സ്നേഹമാണ്. അപ്പോൾ അതെല്ലാം മോഹമൂലമായിട്ടുള്ള ബന്ധമാണതെല്ലാം. അപ്പം അത്തരം സ്നേഹം വർജിതൻ ഇവിടെ പറയുന്നു. അഭിസ്നേഹ വർജിതനായിരിക്കണം എന്നറിയാം. അപ്പം നമ്മുടെ മനസ്സിൽ സംശയം തോന്നുന്നു, ഈ മഹാത്മാക്കളിലെല്ലാം പറയുന്നുണ്ടല്ലോ സ്നേഹത്തെക്കുറിച്ച്. ചിലടത്ത് പറയും സ്നേഹമാണ് ദൈവം എന്നെല്ലാം പറയുന്നു. ആ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? സർവത്ര സമദർശിയായിരിക്കുന്നവർ, സർവത്ര സമദർശിയായിരിക്കുന്ന ഒരു മഹാത്മാവിന് സർവാത്മഭാവം കൊണ്ട്, സർവാത്മഭാവം, സർവവസ്തുവിലും ഉള്ള ആത്മദർശനം കൊണ്ട് അവിടെ സഹജമായി വരുന്ന സ്നേഹം എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ ആത്മാനന്ദം തന്നെയാണ്. അത് ആത്മാനന്ദം. അവിടെ മോഹമില്ല, ശരീരബന്ധത്തെ ആശ്രയിച്ചുള്ള സ്നേഹമല്ല, ശരീരബോധത്തെ ആശ്രയിച്ചുള്ള സ്നേഹമല്ല, ആ സ്നേഹത്തിന് മമത കാരണമല്ല. ആത്മനിഷ്ഠ കൊണ്ടുവരുന്ന ആത്മാനന്ദത്തിന്റെ സഹജമായ പ്രകടനമാണ്. അതിനെ ജീവന്മാർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് അത് എന്നോടുള്ള സ്നേഹമാണ്, എന്നോടുള്ള മമതയാണെന്ന് തെറ്റിദ്ധരിക്കും. ഒരു മുക്തനിൽ അങ്ങനെയുള്ള മമത പ്രകടമാകത്തില്ല. കാരണം അങ്ങനെ മമത വരണമെങ്കിൽ അവിടെ അജ്ഞാനം വരണം, മോഹം വരണം, വിവേകം നഷ്ടപ്പെടണമെന്ന് തന്നെ അത് വരത്തുള്ളൂ. ഇവിടെ ജ്ഞാനിയിൽ പ്രകടമാകുന്നതോ സ്നേഹം എന്ന് പറയുന്നത് അത് നിജ ആനന്ദമാണ് ഇവിടെ പ്രകടമാകുന്നത്. ആനന്ദത്തിന്റെ ബഹിസ്ഫുരണമാണ്. അത് ജീവനിഷ്ഠമായിട്ടുള്ള സ്നേഹമല്ല, അത് സാത്വികമാണ്. അത് സ്വാർത്ഥപരമായ സ്നേഹമല്ല. അത് ഈ ഇവിടെ പറയുന്ന അഭിസ്നേഹം അല്ല. അതുകൊണ്ടാണ് സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്നേഹമാണ്. എന്തുകൊണ്ട്? അത് ആത്മാനന്ദം തന്നെ. ആത്മാനന്ദം എന്ന് പറയുന്നത് ആത്മസ്വരൂപം തന്നെ. ആത്മസ്വരൂപം എന്ന് പറയുമ്പോൾ അത് ഈശ്വരൻ തന്നെ. അതുകൊണ്ടാണ് ഈശ്വരീയമായ സ്നേഹം അത് ഇതിൽ നിന്ന് വേറെയാണ്. ഒരു സാധകനതിന് അനുഭവപ്പെടുന്ന ഈശ്വരപ്രേമം അത് സാത്വികമാണ്. ഭക്തി അത് സ്നേഹമാണ്, അത് സാത്വികമാണ്. എന്തുകൊണ്ട്? അഹന്ത, മമത, മോഹം ഇതെല്ലാം ഉള്ളവന് ഭക്തിയില്ല. അവന്റെ മനസ്സിൽ ഭക്തി ഉണ്ടാകത്തില്ല. അവന്റെ മനസ്സിൽ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താമസവൃത്തിയായിരിക്കും.
അവൻ ഈശ്വരനോടായാലും ശരി അവന്റെ മനസ്സിൽ താമസവൃത്തി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഈശ്വരപ്രേമം എന്ന് പറയുന്നത് ഒരു സാധനങ്ങളുണ്ടാകുന്ന ഈശ്വരപ്രേമം അല്ലെങ്കിൽ ഒരു സമദർശിയിൽ സ്ഥിതപ്രജ്ഞനുണ്ടാകുന്ന ജീവകാരുണ്യം, അതൊന്നും ഇവിടെ പറയുന്ന അഭിസ്നേഹമാണ്. അത് രണ്ടും രണ്ടാണ്. ഈശ്വരപ്രേമം ഒരുവന്റെ മനസ്സിലുണ്ടാകണമെങ്കിലും അവനിൽ ഈ പറയുന്ന അവന്റെ അഹന്ത ലഘുവായിരിക്കണം, അവന്റെ മമത ശിഥിലമായിരിക്കണം. എന്നാലേ ആ ഈശ്വരപ്രേമം വരത്തുള്ളൂ, ശരിയായ ഭക്തി വരത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ സാധാരണ നമ്മൾ കാണുന്ന ഭക്തി അത് ഈശ്വരബോധമില്ലാത്തതാണ്. നമ്മൾ കാണുന്ന ഭക്തി അവിടെ ഈശ്വരബോധം കാണത്തില്ല. അതും വളരെ താഴ്ന്ന തരത്തിലുള്ള ഒരു ഭക്തിയായി നമുക്ക് അംഗീകരിക്കാം. എങ്ങനെ? നമ്മൾ ഒരാളെ വിലയിരുത്തുന്നു, അയാൾ ഈശ്വര വിശ്വാസിയാണ്, അയാൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, കുറിയിടുന്നുണ്ട്, തൊഴുന്നുണ്ട്, ഈശ്വരനുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നു, അയാൾ ഈശ്വരനെ ആരാധിക്കുന്നു, ദേവതകളെയൊക്കെ പൂജിക്കുന്നു, ആരാധിക്കുന്നു. നമ്മൾ പറയാം അയാൾ ഭക്തനാണ്. പക്ഷെ അയാളുടെ മനസ്സിൽ ഇരിക്കുന്ന ആ ഭക്തി എന്ന് പറയുന്നതും അതില്ലാത്തവനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ശ്രേഷ്ഠം തന്നെ. പക്ഷെ ആ ഭക്തിയും താമസവൃത്തിയാണ്. സാത്വികമല്ല. എന്തുകൊണ്ട് സാത്വികമല്ല എന്ന് പറയുന്നു? ഭക്തനെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയിൽ മോഹം, അഹന്ത, മമത ഇതെല്ലാം ഇരിക്കുകയാണ് ഇയാളിൽ ഭക്തി വരുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ലേശം പോലും കുറവ് വരുന്നില്ല. അയാൾ അമ്പലത്തിൽ പോകുമ്പോൾ ഭക്തനായിരിക്കുന്നു, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇല്ല. ഇനി അമ്പലത്തിൽ നിൽക്കുമ്പോഴും അയാളുടെ ഭക്തി എന്ന് പറയുന്നത് ദൃഢമായ കാമനയാണ്. ആ കാമം എന്ന് പറയുന്നത് താമസവൃത്തിയാണ്. കാമം ഒരിക്കലും സാത്വികവൃത്തിയാണ്. എന്തുകൊണ്ട് ഭക്തനാകുന്നു? അയാളെ ഭക്തനാകാൻ പ്രേരിപ്പിക്കുന്ന എന്താണ്? തന്റെ ദൃഢമായ ശരീരബോധം, ശരീര സംബന്ധിയായിട്ടുള്ള ആവശ്യങ്ങൾ. ആർത്തനായിരിക്കുന്നു. ആർത്തനെന്ന് പറയുമ്പോൾ എന്താണ്? അയാൾ താമസിയാണ്. ആർത്തൻ താമസിയാണ്. താമസഗുണമാണ് ആർത്തനൻ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അയാൾ ഭക്തനായിരിക്കുന്നു. അവിടെ നിന്നും ഈ പറയുന്ന അഭിസ്നേഹമല്ല, അന്നും ശരിയായിട്ടുള്ള ഈശ്വരപ്രേമമല്ല. ആർത്തനായിരിക്കുന്നതുകൊണ്ട് അയാൾ ഈശ്വരനെ ഭജിക്കുന്നു. ആർത്തോ ജിജ്ഞാസ് എന്ന് പറയുന്നുണ്ടല്ലോ, അർത്ഥാർത്ഥിയും ഈശ്വരനെ ഭജിക്കുന്നു. അതിൽ ജിജ്ഞാസുവിന്റെ ഭക്തി മാത്രമേ സാധ്യമാകുന്നു. എന്തുകൊണ്ട്? ആ ജിജ്ഞാസുവിന് മാത്രമേ ഈശ്വരബോധമാണ്. ആർത്തിയിലും അർത്ഥാർത്ഥിയിലും ഒന്ന് ഈശ്വരബോധം. അയാളിൽ ശരീരബോധമാണ് അയാളെ ഈശ്വരനെ ഭജിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് ഈശ്വര വിശ്വാസവും ഈശ്വരബോധവും തമ്മിലുള്ള വ്യത്യാസം. മോഹത്തിന് അടിമപ്പെട്ടവന് ഈശ്വരനെ ഭജിക്കുന്നതിന് ഈശ്വരബോധം വേണം, ഈശ്വര വിശ്വാസം വേണം. അധ്യാത്മ ജീവിതത്തിൽ ഈശ്വര വിശ്വാസത്തിന് യാതൊരു പ്രസക്തിയും, ലൗകിക ജീവിതത്തിൽ അതിന് പ്രസക്തിയുണ്ട്. എന്തുകൊണ്ട്? അവന്റെ അഭ്യുദയത്തിന് വേണ്ടി അവൻ ഈശ്വരനെ ഭജിക്കണമെങ്കിൽ കുറഞ്ഞപക്ഷം അവന് ഈശ്വര വിശ്വാസമെങ്കിലും വേണം. ഈശ്വരൻ എന്താണെന്ന് അറിയാതെ ഈശ്വരനെ വിശ്വസിച്ചാണ്. അപ്പോൾ അവന്റെ വിഷയങ്ങളോടുള്ള കാമം, അതേ കാമം തന്നെ ഈശ്വരനിലേക്ക് തിരിയുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. സർവത്ര അഭിസ്നേഹത്തോടുകൂടിയിരിക്കുന്നു. അതേ അഭിസ്നേഹം തന്നെ അവൻ ഈശ്വരനോടും പ്രകടിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഭക്തി, അതാണ് സാധാരണ നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുവരുന്നതും അങ്ങനെ സമൂഹത്തിൽ കാണുന്ന ഭക്തി അതാണ്.
ആ ഭക്തി, ആ സ്നേഹം, ഭക്തി എന്ന് പറയുന്ന സ്നേഹമാണ്, പ്രേമമാണ്, ഈശ്വരപ്രേമമാണ്. അതൊരിക്കലും ഈശ്വരനല്ല. അത്തരം ഭക്തിയല്ല ഇവിടെ പറയുന്നു. അതിവിടെ പറയുന്ന ഒഴിവാക്കേണ്ടതായ അഭിസ്നേഹമാണ്, താമസവൃത്തിയാണ്. ശക്തമായ കാമമാണ് അതിന് പ്രേരകമായിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം അഭ്യുദയമാണ്, നിശ്രേയസ്സമല്ല. എവിടെ അഭ്യുദയം ലക്ഷ്യമായിരിക്കുന്നോ അവിടെയെല്ലാം ഈശ്വരപ്രേമം താമസമാണ്. അതും ബാഹ്യമായ വ്യക്തിയുടെ നിലയല്ല, ആന്തരികമായ മനസ്സിന്റെ നിലയാണ്. ഏതൊരുവന്റെ മനസ്സിലാണോ ഈശ്വരബോധത്തോടുകൂടി ഈശ്വരപ്രേമം വരും, ഈശ്വരനെ കുറിച്ചുള്ള അവന്റെ സങ്കല്പങ്ങൾ മാറുന്നു. ഈശ്വരനെ ആശ്രയിക്കേണ്ടത് അഭ്യുദയത്തിനു വേണ്ടിയല്ല, നിശ്രേയസത്തിനു വേണ്ടിയാണ് എന്നുള്ള ബോധത്തോടുകൂടി ഒരുവൻ ഈശ്വരനെ കുറിച്ച് സ്മരിക്കുന്നത്. അപ്പോൾ അവന്റെ വൃത്തി മാറുന്നു, വൃത്തി സാത്വികമായിത്തീരുന്നു. അതിനെ ഒഴിവാക്കാനല്ല ഇവിടെ പറയുന്നു. സാത്വികമായ മനോഭാവം, ഈശ്വരപ്രേമം അത് ഒരു സാധകന് മാത്രമേ കാണൂ. അതാണ് ഒരു ലൗകിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും തമ്മിൽ വേർതിരിക്കുന്നത്. ആ ഒരംശമാണ്. ഈശ്വരവിശ്വാസമുണ്ട്, ഈശ്വരഭക്തിയുണ്ട്. അതുകൊണ്ടൊരാൾ വല്ല ആത്മീയത ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരാളുടെ ആത്മീയതയുടെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? ആ ഈശ്വരഭക്തി സാത്വികമായിരിക്കും. ഇനി ഈ ലൗകിക ഭക്തിയിൽ തന്നെ പലതരത്തിലുള്ള ഉപാസനകൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. ഓരോ കാമനകളെ മുൻനിർത്തി പലതരത്തിലുള്ള, അതിനും താമസം എന്നാണ് പറയുന്നത്. ഇവിടെ ഇന്ന് ഗീതയിൽ സാത്വിക രാജസ താമസ ഗുണങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നിടത്ത് പറയും, താമസഭക്തിയെക്കുറിച്ച് പറയും. അതും താമസമാണ്. അതാകാമോ? അതും പാടില്ല. ചിലർ വളരെ ശക്തമായ ഉപാസനകളൊക്കെ ചെയ്യും, ദേവതയെ പ്രീതിപ്പെടുത്തി അഭ്യുദയ പ്രാപ്തിക്ക് വേണ്ടിയിട്ട്. അതും താമസമാണ്. അതും ഹേ ഓടിപ്പെടുത്തിയിരിക്കുന്നതാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. ഒരു സാധകൻ ഉപേക്ഷിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ അവന്റെ ലൗകിക ജീവിതത്തിന് അതെല്ലാം ആവശ്യമാണെന്ന് കരുതുന്നു. അപ്പോൾ എവിടെ ശരീരബോധത്തോടുകൂടി, മമതയോടുകൂടി, എവിടെ ഭക്തിയുണ്ടോ, സ്നേഹമുണ്ടോ, പ്രേമമുണ്ടോ, അതെല്ലാം താമസമാണ്, ത്യാജ്യമാണ്. അത് ഇവിടെ ബോധിപ്പിക്കുകയാണ്. അഭിസ്നേഹം അത് ഈശ്വരനോടായാലും ശരി, മറ്റു വസ്തുക്കളോടായാലും ശരി, ആ പ്രേമസ്വരൂപത്തിന് മാറ്റമൊന്നുമില്ല, രണ്ടും ഒരുപോലെ തന്നെ. അതുകൊണ്ടത് ഹേയമാണ്. അതുകൊണ്ട് സാധകനിൽ സാത്വികമായ ഈശ്വരബോധത്തോടുകൂടിയ ഈശ്വരപ്രേമ, ഈശ്വരഭക്തിയാണ് വരേണ്ടത്. ആ ഭക്തി നിശ്രേയസത്തിന് വേണ്ടിയായി. ആ ഭക്തി ഈ ദൃഢമായ അഹന്തയിലും മമതയിലും ഉണ്ടാകത്തില്ല. അയാളുടെ മോഹം ശിഥിലമാകുന്നതിനനുസരിച്ച് ആ ഭക്തി ദൃഢപ്പെടുത്തുള്ളൂ. അത് ദേഹബോധത്തെ ആശ്രയിച്ചായിരിക്കില്ല ആ ഭക്തി, മറിച്ച് ഈശ്വരബോധത്തെ ആശ്രയിച്ചായിരിക്കും അയാളുടെ ആ ഭക്തി നിലനിൽക്കുന്നത്. അതിനെ ആണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് ഗ്രഹിക്കേണ്ടത്. തത്വജ്ഞാനികളിൽ സർവത്ര ആത്മദർശനം ഉള്ളതുകൊണ്ട് ഇവിടെ പറയും സമദർശി, സർവത്ര സമദർശന. സർവത്ര ആത്മസ്വരൂപത്തെ കാണുന്നുകൊണ്ട് സർവത്തിലും അവർ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നതുകൊണ്ട് അവരിൽ നിന്നും സഹജമായി, അതിന് ബാഹ്യ നിമിത്തങ്ങളൊന്നുമില്ല, സഹജമായി നിർഗമിക്കുന്ന ആത്മാനന്ദമാണ് നമ്മൾ സ്നേഹമെന്ന് വ്യാഖ്യാനിക്കുന്നത്. അത് ആത്മസ്ഫുരണമാണ്, ആത്മസ്വരൂപത്തിന്റെ സ്ഫുരണമാണ്.
അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കും. അതും എന്നോടുള്ള മമതയാണ്, എന്നോടുള്ള പ്രത്യേക സ്നേഹമാണ്. അതൊരിക്കലും ഒരു ശരീരബോധത്തെ ആശ്രയിച്ചുള്ളതല്ല. ജ്ഞാനിക്കും ശരീരബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം നിഷ്പ്രയോജനമായിത്തീരും. അത് അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഒരിക്കലും അങ്ങനെ ഒരു ശരീര സംബന്ധിയായിട്ടുള്ള സ്നേഹം അത് തത്വജ്ഞാനിയിൽ കാണപ്പെടുന്നില്ല. ഇവിടെ പറയുന്ന എന്താണ്? അഭിസ്നേഹവർജിതൻ. ഒരു സാധകൻ സ്നേഹവർജിതനായിരിക്കണം. അതാണ് ത്യാഗം. മമതയിൽ നിന്നുണ്ടാകുന്ന സ്നേഹത്തെ അത് ത്യജിക്കുന്നതാണ് ത്യാഗം, സന്യാസം എന്നെല്ലാം പറയുന്നു. അങ്ങനെയുള്ള സ്നേഹവർജിതനായി എന്ത് ചെയ്യുന്നു? തത്തത് പ്രാപ്യ ശുഭാശുഭം, തത്തത് ശുഭം അശുഭം വാ ലബ്ധ്വ. ജ്ഞാനിക്കും ഇത് പ്രാപ്തമാകുന്നു, അജ്ഞാനിക്കും പ്രാപ്തമാകുന്നു. എന്താണ്? ശുഭവും അശുഭവും. ശുഭകാര്യങ്ങൾ പ്രാപ്തമാകുന്നു. പ്രാരബ്ധം കൊണ്ട് ശുഭം പ്രാപ്തമാകുന്നു. പ്രാരബ്ധലേശം എന്ന് പറയും. ഈ ശുഭാശുഭങ്ങൾ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അജ്ഞനിൽ പ്രാപിക്കുന്നത് പോലെ വിജ്ഞാനം പ്രാപിക്കുന്നു എന്ന് കരുതരുത്. അജ്ഞനിൽ ശുഭാശുഭങ്ങളെല്ലാം അനിയന്ത്രിതമായി അവിവേകത്തോടുകൂടി വരുന്നു. അപ്പൊ ജ്ഞാനിയിനും അതുപോലെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ വരണം. അതിന് പ്രത്യേകതയുണ്ട്. അജ്ഞനിൽ ഇത് പ്രാപ്തമാകുന്നതിനെല്ലാം ആധാരമായിരിക്കുന്ന എന്താണ്? അജ്ഞാനം, ഭ്രമം. വിജ്ഞനിലാണെങ്കിലോ ഇത് പ്രാപിക്കുന്നതിന് അടിസ്ഥാനമായിരിക്കുന്ന അജ്ഞാനം അല്ലെങ്കിൽ ഭ്രമം നശിച്ചിരിക്കുന്നു. ഭ്രമം നശിച്ചതിന് ശേഷം അത് പ്രാപ്തമാകുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ പ്രാരബ്ധ ലേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലേശാനുവൃത്തി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഒരു ജ്ഞാനിയെ ബാധിക്കുന്നതിനുള്ള ക്ഷമത അതിനില്ല. പ്രാപിക്കുന്നു, ബാധിക്കുന്നില്ല. അതാ വ്യത്യാസം. അല്ലാതെ അതിന്റെ താല്പര്യം ജ്ഞാനിയും അജ്ഞാനിയും ഒരുപോലെ തന്നെ ഇതിനെ സ്വീകരിക്കുന്നു എന്നല്ല. രണ്ടിടത്തും പ്രാപ്തിയുണ്ട്. ഒരിടത്ത് പ്രാപിക്കുന്നതിനും വ്യത്യാസമുണ്ട് അജ്ഞനിൽ. അത് അനിയന്ത്രിതമായി, സഹജമായി, ദൃഢമായി പ്രാപിക്കുന്നു. അവനതിൽ നിന്ന് രക്ഷപ്പെടാൻ പഴുതില്ലാത്ത രീതിയിൽ അതവനെ പിടികൂടുന്നു. അതേസമയം ജ്ഞാനിയെ സംബന്ധിച്ചാണെങ്കിലോ അവന് പറയുന്നു ലേശ അനുവൃത്തി എന്ന് പറയും. അതൊരു ഛായ പോലെയാണ് പ്രാപിക്കുന്നത്, നെഴല് പോലെ. ഒരിടത്ത് ബിംബം പ്രാപിക്കുന്നു, മറ്റിടത്ത് പ്രതിബിംബം പ്രാപിക്കുന്നു. അജ്ഞനിൽ ദുഃഖം പ്രാപിക്കുന്നതിന്റെ ബിംബമാണ്, അതിന്റെ യഥാർത്ഥത്തിലുള്ള ദുഃഖം. ജ്ഞാനിയിൽ അത് പ്രാപിക്കുന്നതോ അതിന്റെ പ്രതിബിംബമാണ്. ദുഃഖഛായ എന്ന് പറയുന്നു, സുഖഛായ അത് പ്രാപിക്കുന്നു. ലേശമായി അതനുവർത്തിക്കുന്നു. അതിന് ഒരിക്കലും ജ്ഞാനിയെ ബാധിക്കാൻ കഴിയത്തില്ല, ബന്ധിക്കാൻ കഴിയത്തില്ല. ബന്ധനത്തിൽ നിന്നും മുക്തനായവനെ ബന്ധിക്കാൻ അതിന് കഴിയത്തില്ല. ഒരു സാധകനിലോ സാധകന്റെ മധ്യനിലയിൽ പ്രാപിക്കുന്നു. സാധകൻ ഒരു അജ്ഞനെ വിവേകം ലേശമില്ലാത്തതുകൊണ്ട് അയാളിൽ ഇത് പ്രാപിക്കുമ്പോൾ അയാൾക്ക് ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്നു. അയാൾ പൂർണ്ണമായും അതിനെ വിധേയനായി പോകുന്നു, അതിന് കീഴ്പ്പെടുന്നു. ഇതിൽ നിന്ന് മോചിക്കുന്നതിനുള്ള ഉപായത്തെക്കുറിച്ച് അയാൾക്ക് അറിവില്ല, മോചനത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നില്ല. അതാണ് ഒരു അജ്ഞനെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് പൂർണ്ണമായും അയാൾ അതിന് വിധേയനാകുന്നു. ഇനി അതിന്റെ മോചന ഉപായത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചാലും മോചനത്തിനായി അയാളുടെ സംസ്കാരമനുസരിച്ച് അയാൾ ലൗകികമായ ഉപായങ്ങളെ തേടുന്നു. ദുഃഖം മോചനത്തിനയാൾ ലൗകിക ഉപായത്തെ തേടും.
അയാൾ ആത്മവിദ്യയിലൂടെ അതിൽ നിന്ന് മോചിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് അജ്ഞനെ സംബന്ധിച്ച്. അജ്ഞനും മോചനം ആഗ്രഹിക്കുന്നുണ്ട്, ദുഃഖം നിവൃത്തി അജ്ഞനും ആഗ്രഹിക്കുന്നു. പക്ഷെ അയാൾ ആശ്രയിക്കുന്ന എന്തിനെ? ലൗകികമായ ഉപായങ്ങൾ, ശീതോഷ്ണാദികളെ അജ്ഞനും സഹിക്കാൻ ശ്രമിക്കുന്നു. ഭൗതികമായ ഉപകരണങ്ങളെ, ഉപായങ്ങളെ ആശ്രയിച്ചു. ആദിദൈവിക, ആദിഭൗതിക, ആധ്യാത്മിക ദുഃഖങ്ങൾ. ശരീരത്തിന് ദുഃഖം വരുന്നു, അയാൾ രോഗം വരുന്നു, ഉടനെ അയാൾ എന്ത് ചെയ്യും? ആ രോഗം ദുഃഖത്തെ ഉണ്ടാക്കുന്നു. അതിന് മോചനം നേടാൻ വേണ്ടി അയാൾ ചികിത്സിക്കും. കൊടുങ്കാറ്റും പേമാരിയും വന്നു കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി വലിയ വീടുകളെല്ലാം നിർമ്മിച്ച് അതിനകത്തിരിക്കും. അപ്പോൾ അജ്ഞനും ദുഃഖോപായത്തിന് വേണ്ടി ലൗകികമായ ഉപായങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ദുഃഖോപായത്തിന് ആത്യന്തികമായ ദുഃഖോപായം അത് അയാളുടെ ചിന്തയിൽപ്പെടുന്നില്ല. ദുഃഖത്തിന്റെ ആത്യന്തിക നിവൃത്തി അയാൾ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള ആ രീതിയിൽ അയാൾ പോകുന്നില്ല. ആ ദുഃഖപ്രാപ്തി തന്നെ അയാളുടെ മോഹം, അജ്ഞാനം അതിനെ പൂർണ്ണമായും അവലംബിച്ച്, അല്ലെങ്കിൽ അയാളുടെ ഭ്രമത്തെ പൂർണ്ണമായും അവലംബിച്ചാണ് മോഹം പ്രാപ്തമാകുന്നത്. പക്ഷേ ഒരു സാധകനാണെങ്കിലോ അങ്ങനെയല്ല. അയാൾ ദുഃഖനിവൃത്തിക്കായി, ആത്യന്തിക ദുഃഖ നിവൃത്തിക്കായി അയാൾ ആത്മവിദ്യയെ മുഖ്യമായി സ്വീകരിക്കുന്നു. ബാഹ്യോപായങ്ങളെല്ലാം അവിടെ ഗൗണമാണ്, അപ്രധാനമാണ്. കാരണം അയാൾക്കറിയാം ബാഹ്യോപായങ്ങളിലൂടെ ഈ ദുഃഖത്തിന്റെ ആത്യന്തികമായ നിവൃത്തി വരത്തില്ല. അവിടെ ആ ഒരു വിവേകം, തിരിച്ചറിവ് അയാളുടെ ഭ്രമത്തെ, അയാളുടെ അജ്ഞാനത്തെ ശിഥിലമാക്കുന്നു, ദുർബലമാക്കുന്നു. ആത്മവിദ്യ ശിഥിലമാക്കുന്നു. ഉപനിഷത്ത് ശബ്ദത്തിന് ആത്മവിദ്യ എന്നർത്ഥമുണ്ട്. ആ ശബ്ദത്തിന് ശിഥിലമാക്കുന്നത് എന്നർത്ഥമുണ്ട്, സദ്ധാതുവിന്. മോഹത്തെ ശിഥിലമാക്കുന്നു എന്ന് വെച്ചാൽ ദുർബലപ്പെടുത്തുന്നു ആത്മവിദ്യ. അപ്പൊ മോഹത്തെ ദുർബലപ്പെടുത്തുന്നതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? ദുഃഖനിവൃത്തിക്ക്, ആത്യന്തികമായ ദുഃഖനിവൃത്തിയെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നു. ആ ആത്യന്തികമായ ദുഃഖനിവൃത്തിക്കുള്ള മുഖ്യ ഉപായമായി ആത്മവിദ്യയെ സ്വീകരിക്കുന്നു. അതുകൊണ്ടൊരു സാധകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജിജ്ഞാസ, വിവിധിഷമുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ സുഖദുഃഖ പ്രാപ്തി അജ്ഞന്റേതുപോലെ പൂർണ്ണമായ അവിവേകത്തിന് അടിമപ്പെട്ടല്ല അയാളെ പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? വിവേകം കൊണ്ട് അയാൾ അതിനെ തിരിച്ചറിയുന്നു, ശുഭാശുഭങ്ങൾ അങ്ങനെ തിരിച്ചറിയണം. അതാണ് ഇവിടെ സാധനയെ നിർദ്ദേശിക്കുന്നു. തത്തത് പ്രാപ്തി ശുഭാശുഭം. അപ്പോൾ ആ സാധകൻ അതിനെ തിരിച്ചറിഞ്ഞിട്ട് എപ്പോൾ തിരിച്ചറിയുന്നു? ആ വരുന്ന പ്രാപിക്കുന്ന സമയത്ത് തന്നെ തിരിച്ചറിയുന്നു. അജ്ഞനത് കഴിയത്തില്ല. ദുഃഖത്തെ ദുഃഖമാണെന്ന് തിരിച്ചറിയുന്നതിന് തന്നെ പലപ്പോഴും കഴിഞ്ഞില്ലെന്ന് വരും അജ്ഞന്. ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ ആ ദുഃഖ അനുഭവം അതിന്റെ പരമകാഷ്ഠയിലെത്തിയതിനു ശേഷമായിരിക്കും അയാൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിന്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ഒരു വിവേകിയായ സാധകനൻ ഇത് ശുഭാശുഭങ്ങൾ പ്രാപ്തമാകുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? അതിനെ തത്കാലം തിരിച്ചറിയുന്നു. തിരിച്ചറിയുന്നതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ അതിനെ അനുവർദ്ധനത്തെ, അതിന്റെ അനുവർദ്ധനത്തെ അയാൾക്ക് തടയാൻ കഴിയുന്നു. ആ ദുഃഖത്തെ അവിടെ പ്രതിരോധിക്കാൻ അയാൾക്ക് കഴിയുന്നു, അല്ലെങ്കിൽ പ്രാപ്തമായ ദുഃഖത്തെ അവിടെ നശിപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നു. അങ്ങനെ മനസ്സിന്റെ സമത്വത്തെ കൈവരിക്കാൻ ഒരു സാധകന് കഴിയുന്നു.
അതാണ് മധ്യനിലയെന്ന് നേരത്തെ പറഞ്ഞത്. അയാൾക്കതിനെ ഒഴിവാക്കാൻ കഴിയുന്നില്ല, പക്ഷെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും കഴിയുന്നുണ്ട്. അങ്ങനെ മനസ്സിന്റെ സമത്വത്തെ വീണ്ടെടുക്കാൻ കഴിഞ്ഞു. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ദുഃഖം പ്രാപിക്കുന്നത്, ആ പ്രാപിക്കുന്ന അവസരത്തിൽ മനസ്സിന്റെ സമനില പോകും. ദുഃഖത്തെ അനുഭവിക്കുമ്പോൾ അവിടെ സമത്വമില്ല. പക്ഷെ അടുത്ത നിമിഷം ആ സമത്വത്തെ വീണ്ടെടുക്കാൻ കഴിയും. ദുഃഖത്തെയോ സുഖത്തെയോ ഒരുവൻ അനുഭവിക്കുന്ന വേളയിൽ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമത്വം നഷ്ടപ്പെടുക എന്നാണ്. നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അതിനെ വീണ്ടെടുക്കുന്നതിനുള്ള കഴിവാണ് ഒരു സാധകൻ ആർജിക്കേണ്ടത്. അങ്ങനെ വീണ്ടെടുക്കുന്നു. തത്വജ്ഞാനിയിലാണെങ്കിലോ പറഞ്ഞു അവിടെ ദുഃഖം പ്രാപ്തമാകുന്നു, ശുഭം പ്രാപ്തമാകുന്നു, അല്ലെങ്കിൽ അശുഭം പ്രാപ്തമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുഃഖഛായ, സുഖഛായ അതാണ് പ്രാപ്തമാകുന്നത്. സാധകനെയും ജ്ഞാനിയെ സംബന്ധിച്ചുള്ള വ്യത്യാസം എന്താണ്? അവിടെ സുഖഛായ അല്ലെങ്കിൽ ദുഃഖഛായ പ്രാപ്തമായി കഴിഞ്ഞാൽ അത് ആ തത്വജ്ഞാനിയുടെ സമത്വത്തെ ഭഞ്ജിക്കാനുള്ള ശേഷി അതിനില്ല. എന്തുകൊണ്ട്? സാധകനിൽ എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടുന്നത്? മനസ്സിന്റെ സമനിലയെ വീണ്ടെടുക്കുന്നതിനുള്ള ശക്തി അയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? അയാളുള്ള ഈശ്വരബോധം കൊണ്ട്. ആ ഈശ്വരബോധം കൊണ്ടാണ് അയാൾക്ക് ആ ശക്തി കിട്ടുന്നത്. ഒരു ജിജ്ഞാസുവിൽ ഇരിക്കുന്ന ആ ഈശ്വരബോധം ദൃഢമല്ല. അതുകൊണ്ടാണ് അത് ക്ഷണനേരത്തേക്ക് അത് ഭഞ്ജിച്ചു പോകുന്നത്. ദുഃഖം അതിനെ കീഴ്പ്പെടുത്തുന്നു. അത് ദൃഢമല്ലാത്തതുകൊണ്ട്. അസമയം സ്ഥിതപ്രജ്ഞനാണെങ്കിലോ ആ ബോധം ദൃഢമാണ്. ദുഃഖത്തിനോ സുഖത്തിനോ അതിനൊരു ആഘാതവും ഏൽപ്പിക്കാൻ കഴിയാത്തവണ്ണം അത് ദൃഢമാണ്. അതുകൊണ്ടാണ് അവിടെ പ്രാപിക്കുന്നു പക്ഷെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നത്. സാധകനിൽ അത് പ്രാപിക്കുന്നു, ബാധിക്കുന്നു, പക്ഷെ തുടരുന്നില്ല. അജ്ഞന് അത് പ്രാപിക്കുന്നു, അത് സ്ഥായിയായി ബാധിക്കുന്നു. അതാണ് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ആണ് പറയുന്നത് ഇതൊന്നും ജ്ഞാനിയെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ആ സഹജ ബോധത്തെ അല്ലെങ്കിൽ സഹജ സമാധി നമ്മൾ പറയും. ജ്ഞാനിയുടെ ആ സഹജ സമാധിയേക്ക് ഭംഗം വരുത്തുന്നതിന് ഈ പ്രകൃതിയുടെ യാതൊരു ശക്തിക്ക് സാധ്യമല്ല. ഇതെല്ലാം പ്രകൃതിജന്യമായ കാര്യങ്ങളാണ്, സുഖദുഃഖങ്ങളല്ല. അന്ധകരണത്തിന്റെ സൃഷ്ടിയാണതല്ല. അപ്പൊ പ്രകൃതിയിൽ ഒന്നിനും തന്നെ ഒരു പ്രകൃതി ശക്തി, എന്തിന് ദേവന്മാർക്ക് പോലും ഈശ്വരന്മാർക്ക് പോലും ഒരു തത്വജ്ഞാനിയുടെ ആ ആന്തരിക നിഷ്ഠയ്ക്ക് ഭംഗം വരുത്താൻ സാധ്യമല്ല. നാഭിനന്ദതി നദ്യേഷ്ടി എന്ന് പറയുന്നതാണ്. അത് അവിടെ യാതൊരു തരത്തിൽ പക്ഷെ അവിടെ പ്രാപ്തമാകുന്നു. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതെവിടെയാ പ്രാപ്തമാകുന്നത്, എവിടെയാ ബാധിക്കാതിരിക്കുന്നത്? ശരീരപീഡ മറ്റും ജ്ഞാനികൾ അനുഭവിക്കുന്നതായി കാണുന്നുണ്ടല്ലോ. അതെല്ലാം പിന്നെ ഇവിടെ കരയുന്നത് കാണുന്നുണ്ട്, ചിരിക്കുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ പിന്നെ എവിടെയാ? ഇത് ബാധിക്കാതെ ഇതൊക്കെ പ്രകടമാകുന്നത് എങ്ങനെ? ഇതെല്ലാം ഉപരിതലത്തിൽ, ബാഹ്യതലത്തിൽ, സഹജമായിരിക്കുന്ന ആന്തരിക ഭാവത്തിലല്ല, ഉപരിതലത്തിൽ. അങ്ങനെ രണ്ട് തലമുണ്ടോ? ഉണ്ട്. അത് രണ്ട് തലമുണ്ട്. ജീവന്മാർക്കുണ്ട് രണ്ട് തലം.
ഒരു അജ്ഞനും ഒരു സാധകനും ഉണ്ട് മനസ്സിന്റെ രണ്ടു തലം. ആ മനസ്സിന്റെ ഏറ്റവും അടിത്തട്ട്, അതിനാണ് നമ്മൾ അജ്ഞാനം എന്ന് പറയുന്നത്. അതിന്റെ ഉപരിതലം, അവിടെയാണ് ഈ വികാര വിചാരങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തലം. അതുകൊണ്ടാണ് പറയുന്നത് മോഹ കാരണം, മോഹം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അഹന്ത, മമത. അപ്പോ അജ്ഞനുകൊണ്ടൊരു അടിസ്ഥാനം, അതിനാണ് നമ്മൾ മോഹം എന്ന് വിളിക്കുന്നത്. ആ മോഹത്തിനെ ആശ്രയിച്ചിട്ടാണ് ഉപരിതലത്തിൽ ഈ അഹന്ത, മമത, സുഖം, ദുഃഖം, സ്നേഹം എല്ലാം നടക്കുന്നത്. ഇതിങ്ങനെ നടക്കണമെങ്കിൽ അതിന് ശക്തമായൊരു അടിത്തറ വേണം. അതിനാണ് മോഹം എന്ന് പറയുന്നത്. മോഹത്തെ ആശ്രയിച്ച് ഒരജ്ഞന് ഈ പറയുന്ന വികാരങ്ങളെല്ലാം ബാഹ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ശക്തമായ ദൃഢമായ അടിത്തറയാണ് മോഹം. അതാണ് ഒരു അജ്ഞന്റെ ആന്തരികമായ തലം, ആന്തരികമായ സ്ഥിതി. ഇത് തന്നെയാണ് സ്ഥിതപ്രജ്ഞനിരിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ്? ദൃഢമായി ശക്തമായി മോഹം ഇരിക്കുന്നിടത്ത് സ്ഥിതപ്രജ്ഞനിൽ ആന്തരികമായി ദൃഢമായി ശക്തമായി വിവേകം ഇരിക്കുന്നു. ഇതേ ഉള്ളൂ വ്യത്യാസം. അതാണ് രണ്ട് തലം എന്ന് പറയുന്നത്. അപ്പോ സ്ഥിതപ്രജ്ഞനിൽ, തത്വജ്ഞാനിയിൽ ആന്തരികമായ ഭാവം എന്താണ്? അത് ദൃഢമായ ആത്മബോധമാണ്. അവിവേകത്തിന്റെ സ്ഥാനത്ത് അവിടെ ആത്മബോധം വന്നു. ഈ പറയുന്ന സുഖദുഃഖാദികൾ അവശ്യം പ്രാപ്തമാകുന്ന ഈ കാര്യങ്ങളെല്ലാം എന്താണ്? അതിന്റെ ബാഹ്യതലത്തിൽ അജ്ഞന്റേതുപോലെയാണ്. ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? അവിടെ അതിന്റെ ബിംബരൂപത്തിന്, ഇവിടെ അത് പ്രതിബിംബരൂപത്തിന്. അതുകൊണ്ടാണിത് ബാധിക്കുന്നില്ല, സ്ഥിതപ്രജ്ഞനിൽ നിന്നും ബാധിക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം സ്ഥിതപ്രജ്ഞനിൽ ഇത്തരം എല്ലാ വികാരങ്ങൾക്കും ആധാരമായിരിക്കുന്നത്, ആന്തരികമായിരിക്കുന്നത് അയാളുടെ സഹജമായ പ്രജ്ഞയാണ്. സഹജപ്രജ്ഞ ഇതിന് ആധാരമായിരിക്കുന്നുകൊണ്ട് ഇതൊന്നും നമ്മൾ പറയുന്നു സ്ഥിതപ്രജ്ഞനെ അത് ബാധിക്കുന്നില്ല. ആ അനുഭവത്തെയാണ് ഇവിടെ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിലൂടെയും മറ്റും വിശദീകരിക്കുന്നത്. അതിനെ തന്നെ സാധനയായി സ്വീകരിക്കാൻ ജിജ്ഞാസുവിനോട് ആവശ്യപ്പെടുകയാണ്. എങ്ങനെ? സാധകൻ അജ്ഞന് അവലംബമായിരിക്കുന്ന, ആധാരമായിരിക്കുന്ന ആ മോഹത്തെ ശിഥിലമാക്കി സ്ഥിതപ്രജ്ഞനിൽ കാണുന്ന വിവേകത്തെ അവിടെ പകരം വയ്ക്കുന്നു, ആർജിക്കുന്നു. അപ്പം വിവേകിയുടെ വിവേകം എന്ത് ചെയ്യുന്നു? അജ്ഞന്റെ മോഹത്തെ ദൂരീകരിക്കുന്നു. അതാണ് സാധന എന്ന് പറയുന്നത്. അത് ദൃഢപ്പെടുന്നതിനനുസരിച്ചാണ് ഒരാൾ അജ്ഞാനാവസ്ഥയിൽ നിന്നും വിജ്ഞാനാവസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ടിത് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ പ്രത്യേകിച്ചും യുക്തിയുക്തമാണ്, പ്രത്യേകിച്ച് ശാസ്ത്രീയമാണ്, സ്വാനുഭവ സമ്മതമാണ്. പരിശീലനത്തിനനുസരിച്ച് അവനവന്റെ അനുഭവത്തിൽ ഈ കാര്യം വ്യക്തമായി തെളിഞ്ഞു വരും. അതുകൊണ്ട് ഇവിടെ സാധനയായി നിർദ്ദേശിക്കുകയാണ്. ശുഭാശുഭം ലബ്ധ്വ, അത് തത്വജ്ഞാനിയിൽ പ്രാപ്തമാകുമ്പോൾ എന്ന് പറയും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അർജുനൻ ഇതൊന്നും ചോദിച്ചിട്ടില്ല. അർജുനൻ ആവശ്യപ്പെട്ട എന്താണ്? കാ ഭാഷ, അയാളുടെ അടയാളം എന്താണ്? എങ്ങനെ എനിക്ക് അയാളെ തിരിച്ചറിയാം? എങ്ങനെ സംഭാഷണം നടത്തുന്നു? എങ്ങനെ നടക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു? ഊണും ഉടുപ്പുമല്ലാണ് ചോദിച്ചത്. പക്ഷെ ഭഗവാൻ അതിനൊന്നും മറുപടിയെ പറയുന്നില്ല. ആ ചോദ്യം കേട്ടതായി നടിച്ചിട്ടില്ല. ആ ചോദ്യത്തിനല്ല മറുപടി പറയുന്നു. നടപ്പ് ഇരിപ്പൊന്നും വിശദീകരിച്ചു കൊടുക്കുകയല്ല. എന്തുകൊണ്ട്? ഇവിടെ അറിയേണ്ടതല്ല. അർജുനൻ
തന്റെ അജ്ഞതയിൽ നിന്നുകൊണ്ട് ആ അജ്ഞതയിൽ കൈവരിച്ച ജിജ്ഞാസ കൊണ്ട് ചോദിക്കുകയാണ്. അജ്ഞതയിലും ഉണ്ടാകും ജിജ്ഞാസ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കി എന്ന് പറയുമ്പം പലപ്പോഴും പറയുന്നത് ആയിരിക്കില്ല മനസ്സിലാക്കുന്നത്. വിപരീതം മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലൂടെ മനസ്സിലാക്കാം, മനസ്സിലാക്കാതിരിക്കാം, ഒന്നും സംഭവിക്കാം. അജ്ഞാന സംശയ വിപര്യങ്ങളോടുകൂടിയാണ് ഗ്രഹിക്കുന്നത്. അതുകൊണ്ടൊരു അജ്ഞന്റെ നിലയിൽ വരുന്ന ജിജ്ഞാസ കൊണ്ടാണ് ചോദ്യം. അപ്പൊ ചോദിക്കുന്നവന്റെ മനസ്സിന് ഒരു ധാരണയുണ്ട്, സ്ഥിതപ്രജ്ഞ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അയാളുടെ ഉടുപ്പും നടപ്പും എല്ലാം വ്യത്യസ്തമായിരിക്കും. അയാൾ ചിലപ്പോൾ കാവ്യ ഉടുത്തിരിക്കും, മഞ്ഞ ഉടുത്തിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ധാരണ കാണും മനസ്സിൽ. ആ ധാരണ അനുസരിച്ചാണ് ചോദ്യം. പക്ഷെ ഭഗവാൻ ആ ചോദ്യത്തെ മനസ്സിലാക്കി മറുപടി പറയുകയാണ്. പാരമാർത്ഥികമായ ആ സ്ഥിതപ്രജ്ഞന്റെ ആന്തരികമായ അവസ്ഥകളെ അനാവരണം ചെയ്യുന്ന രീതിയിലാണ് മറുപടി, അല്ല ബാഹ്യചേഷ്ടകളെ. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞാണ്. അതുകൊണ്ട് ഇവിടെ ചോദിച്ചതല്ല പറയുന്നത്, അറിയേണ്ടതിനെ പറയുകയാണ്. ആണ് വ്യത്യാസം. പലപ്പോഴും ഗുരുക്കന്മാർ ഉപദേശിക്കുന്ന അങ്ങനെയായിരിക്കും, ചോദ്യത്തിന്റെ നിലവാരമനുസരിച്ച്. ചിലപ്പോൾ ചോദിച്ചതിന് മറുപടി പറയും. ഇനി ചോദിച്ചതല്ല ഇവൻ അറിയേണ്ടതെന്ന് കരുതുകയാണെങ്കിൽ അറിയേണ്ട മറുപടിയായിരിക്കും പറയുന്നത്. ചോദിച്ചറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. അതുകൊണ്ട് എന്താണ് അറിയേണ്ടത് അത് പറയുന്നു. ആണ് ചോദ്യവും മറുപടിയും തമ്മിൽ അന്തരം വരുന്നത്. ഈ ഭാഗത്ത് മാത്രമല്ല, തുടക്കം മുതൽ അങ്ങനെയാണ്. തുടക്കം മുതലേ ചോദിച്ചതും ചോദിക്കാത്തതും കൂടെയാണ് പറയുന്നത്. അർജുനൻ ആത്മാവെന്താണ്, സ്ഥിതപ്രജ്ഞൻ എന്താണെന്നൊന്നും ആദ്യം ചോദിച്ചില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായി ചോദിച്ചത് തന്റെ കർത്തവ്യത്തെക്കുറിച്ചാണ്. കർത്തവ്യത്തെക്കുറിച്ച് ചോദിച്ച ആളിനോടാണ് ആദ്യം ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ആത്മാവ് കർത്തവ്യമായ ഒരു വസ്തുവല്ല, ഒരു ക്രിയയല്ല. പക്ഷെ ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കുന്നു. ഇപ്പൊ ചോദ്യകർത്താവിന്റെ മനോനില കർത്തവ്യത്തിന്റെ കർമ്മത്തിന്റെ തലത്തിൽ നിൽക്കുകയാണ്. അപ്പോ തന്റെ നിലയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരം ആ നിലയിൽ നിന്ന് സാധ്യമല്ല. ആ നില മറികടന്നാലേ പറ്റും. അപ്പൊ ശിഷ്യന് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങൾ ശിഷ്യന്റെ നിലയിൽ നിന്നാണ്, അജ്ഞാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ജിജ്ഞാസ വരുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങൾ സത്യമാണ്, വാസ്തവമാണ്. പക്ഷെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആ തലത്തിൽ നിന്നുകൊണ്ട് സാധ്യമല്ല. ആ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? ആ കർമ്മത്തിന്റെ തലത്തിൽ നിന്നും ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് വരണം. അതുകൊണ്ട് മറുപടി പലപ്പോഴും പ്രശ്ന അനുരൂപമായിരിക്കത്തില്ല. അവനെ നിന്ന നിലയിൽ നിന്നും ഉയർത്തി ആ തത്വജ്ഞാനത്തിന്റെ നിലയിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഈശ്വരീയമായ തലത്തിലേക്ക് കൊണ്ടുവന്ന് മറുപടികളെ പറയുകയാണ്. കാരണം ആത്മാവിനെ കുറിച്ച് അവിടെ വിശദീകരിക്കുന്നത്, ഈശ്വരനെ കുറിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് ചോദ്യവും സമാധാനവും ഒരുപോലെ വരാത്തത്. അതാണ് ഇവിടെയും പറയുന്നത്, ശുഭാശുഭം വാ ലബ്ധ്വ നാഭിനന്ദതി നദ്യേഷ്ടി. അശുഭം പ്രാപ്തമാകുമ്പോൾ അതിനെ അഭിനന്ദിക്കുന്നില്ല. അഭിനന്ദിക്കുക എന്ന് വെച്ചാൽ അതിനെ മനസ്സുകൊണ്ട് വരിക്കുക, അതിനെ സ്വീകരിക്കുക, അതിനെ സൂക്ഷിക്കാൻ ശ്രമിക്കുക, അതിനെ നിലനിർത്താൻ ശ്രമിക്കുക. ശുഭത്തെ അനുകൂലതകളെല്ലാം സ്വീകരിക്കുക, നിലനിർത്തുക. അതിനെ സംബന്ധിച്ചുള്ള യോഗക്ഷേമങ്ങൾ അത് നിലനിർത്താൻ ശ്രമിക്കുക. അത് സംഭവിക്കുന്നില്ല. മറിച്ച്
പ്രത്യേകിച്ച് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഏതു സമയവും ഇച്ഛാഭംഗങ്ങൾ വരും. തന്റെ ആഗ്രഹത്തിന്, തന്റെ താല്പര്യത്തിന് വിപരീതമായി കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ തന്റെ പ്രാരബ്ധം കൊണ്ട്, അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന്. ഭൗതികമായ കാരണങ്ങൾ വരാം, ആത്മീയമായ കാരണങ്ങൾ വരാം, ബാഹ്യമായ കാരണങ്ങൾ വരാം, ആന്തരികമായ കാരണങ്ങൾ വരാം. എന്തായാലും അശുഭം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അശുഭത്തിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ല. അതിനുള്ള പ്രാരബ്ധം ഉണ്ടെങ്കിൽ അശുഭങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. തനിക്കിഷ്ടമില്ലാത്തത് തന്നെ പ്രാപിക്കുക, അതാണ് അശുഭം. താൻ ആഗ്രഹിക്കാത്തത് സ്വീകരിക്കേണ്ടി വരിക, അതാണ് അശുഭം. ഇത് ഈ ആധ്യാത്മിക വഴിയിൽ സർവ്വജീവന്മാർക്കും നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. ഏത് ഭാഗത്തു നിന്നും വരും, എങ്ങനെയും വരും. ചിലപ്പോൾ വിചാരിക്കും ഗുരു തനിക്കിഷ്ടമില്ലാത്തത് പറഞ്ഞു, അല്ലെങ്കിൽ തന്നോടൊപ്പം കഴിയുന്നവർ തനിക്കിഷ്ടമില്ലാത്തത് എന്നോട് പ്രവർത്തിച്ചു. ഇങ്ങനെ പ്രതികൂലതകളെ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു? ദ്വേഷ്ടി പറയുന്നു, അതിനെ ദ്വേഷിക്കുന്നില്ല. ആ പ്രതികൂലതകളോട് മനസ്സിൽ ദ്വേഷം തോന്നുന്നില്ല, അതിനോട് വിദ്വേഷമില്ല, അല്ലെങ്കിൽ അതിനെ വെറുക്കുന്നില്ല എന്ന് പറയും. ഒരു സാധകൻ തന്റെ മനസ്സുകൊണ്ട് പ്രതികൂലമായ ഒന്നിനെയും വെറുക്കുന്നില്ല. നമുക്ക് വെറുപ്പുണ്ട്, നമുക്ക് അനുകൂലമല്ലാത്ത വ്യക്തികളോട് നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ട്. വെറുപ്പ്, പക, ഇതെല്ലാം നമ്മൾ ആജീവനാന്തം കാത്തു സൂക്ഷിക്കും. ഒരു വ്യക്തിയോട് വിദ്വേഷമുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് കൊണ്ടു കിടക്കും. ഒരു സംഭവത്തോട് മനസ്സിൽ വിരോധം തോന്നിയാൽ അത് ആജീവനാന്തം മനസ്സിൽ സൂക്ഷിക്കും, ആ വിദ്വേഷത്തെ. അത് പാടില്ല എന്നാണ്. പ്രാപ്തമാകാം. തനിക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയോട്, വസ്തുക്കളോട് എല്ലാം മനസ്സിൽ വിദ്വേഷം വരാം. അതാണ് അശുഭം എന്ന് പറയുന്നത്. അശുഭങ്ങൾ വരാം, പ്രാപ്തമാകാം. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള വെറുപ്പ്, വിദ്വേഷം അടുത്ത നിമിഷത്തേക്ക് പാടില്ല. പ്രതികൂലതയോടൊപ്പം വിദ്വേഷവും മനസ്സിൽ കടന്നു വരും, സഹജമാണ്. പക്ഷേ അത് അടുത്ത നിമിഷം പാടില്ല. ദ്വേഷ്ടി, ആ ദ്വേഷം മനസ്സിൽ നിലനിർത്താൻ പാടില്ല. അത് സാധനയ്ക്ക് ദോഷമാണ്. എന്തുകൊണ്ട്? അതെല്ലാം മനസ്സിന്റെ താമസഭാവങ്ങളാണ്. അതുകൊണ്ട് മനസ്സിൽ താമസഭാവങ്ങളെ നിലനിർത്തുന്നിടത്തോളം കാലം അവിടെ ഈശ്വരബോധം പ്രകാശിക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. ഒരാളോടൊപ്പം വിദ്വേഷം ഇരുന്നോട്ടെ മനസ്സ്, അതുകൊണ്ടെന്താ? മനസ്സിലത് സൂക്ഷിക്കാം, പക്ഷെ അത് സൂക്ഷിക്കുന്നത് ഉള്ളിൽ ഈശ്വരബോധം സ്ഫുരിക്കുന്നതിന് തടസ്സമായി. അതുകൊണ്ടാണ് അതിനെ ഒരു സാധകൻ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്. നാഭിനന്ദതി നദ്വേഷ്ടി, രണ്ട് തുല്യമായി കരുതുന്നു. എങ്ങനെയാണോ നേരത്തെ പറഞ്ഞ അഭിസ്നേഹം, അതല്ലേ ഒരാൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നി എല്ലാത്തിനും ഉപേക്ഷിക്കും. അതിനയാൾ സ്വീകരിച്ചിരിക്കുന്ന എന്താണ്? അയാൾ പറയുന്നു ആധ്യാത്മികത, ആത്മീയ ജീവിതം, അതിനിതെല്ലാം ഉപേക്ഷിക്കണം എന്ന് കരുതി. ഉപേക്ഷിക്കുന്ന എപ്പോഴും ഇതിനോടുള്ള താല്പര്യം കൊണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ഉപേക്ഷിച്ചതിന് ശേഷം താല്പര്യം വന്നെന്നിരിക്കാം. എന്തായാലും ആധ്യാത്മിക ജീവിതത്തിൽ ഒരാൾ ഇതിനെ ഉപേക്ഷിക്കാൻ കൂടി തയ്യാറാവും. അഭിസ്നേഹ വർജിതൻ എന്ന് പറഞ്ഞില്ലേ, അതിനയാൾ തയ്യാറാവും. അപ്പോൾ അത് ഒരു തലത്തെ അയാൾ ജയിക്കുന്നു. പിന്നെ മറ്റു പലതിനോടും വീണ്ടും വന്നിട്ട് സ്നേഹം വരാം, വീണ്ടും അതിൽ തന്നെ
താൻ എവിടെ നിന്നാണോ രക്ഷപ്പെട്ട് അതിൽ തന്നെ വീണ്ടും ചെന്ന് ചാടും. അത് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരുന്നാൽ തന്നെയും നേരെ വിപരീതമായി സംഭവിക്കുക എന്താണ്? അങ്ങനെ വരുന്ന ഒരാളിന് ജീവിതത്തിൽ ഒരു ശത്രുവിനെ കൂടെ നിർത്താം, വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കാം. അപ്പൊ സ്നേഹത്തെ ഒഴിവാക്കിയിട്ട് വിദ്വേഷത്തെ സ്വീകരിക്കുന്നതുകൊണ്ട് കൂടുതൽ തമസിലേക്ക് പോകുന്നതേ ഉള്ളൂ. അവർക്ക് യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാകത്തില്ല. അത് നേരത്തെ പറഞ്ഞ ആർത്തന്റെയും അർത്ഥാർത്ഥിയുടെയും ഭക്തി പോലെയുള്ളൂ. ആത്മീയ പുരോഗതിക്ക് അതൊരിക്കലും സഹായിക്കത്തില്ല. ഭൗതികമായ നേട്ടങ്ങൾക്ക് അത് ഉപകരിക്കും, പക്ഷെ ആധ്യാത്മിക പുരോഗതിക്ക് അതൊരിക്കലും സഹായിക്കുന്നില്ല. അത് മനസ്സിന്റെ താമസിക ഭാവത്തെ വളർത്തും. അയാൾ ചെയ്യുന്ന എല്ലാ സാധനങ്ങളെയും അത് നിഷ്ഫലമാക്കും, നിഷ്പ്രഭമാക്കും. യാതൊരു തരത്തിലുള്ള പുരോഗതി ഉണ്ടാവത്തില്ല. പലരും പറയാറുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10-20 വർഷമായിട്ട് കർമ്മയോഗം ചെയ്യുന്നു, ഇതുവരെ ചിത്തശുദ്ധി വന്നില്ല, പരാതിപ്പെടാറുണ്ടല്ലോ. ഇത്രയും കാലം ഞാൻ കർമ്മയോഗം ചെയ്ത് ചിത്തശുദ്ധി വന്നില്ല എന്ന് പറയും. ചിത്തശുദ്ധി വന്നില്ല, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത്രയും കാലം ചെയ്ത് കർമ്മയോഗമല്ല. അതുകൊണ്ടാണ് എന്തൊക്കെയോ ചെയ്തു, എങ്ങനെ? രാഗദ്വേഷങ്ങളാൽ പ്രേരിതനായി. ഇത്രയും കാലത്തെ പ്രവൃത്തി കൊണ്ട് എന്താണ് സമ്പാദിച്ചത്? കുറെ മിത്രങ്ങളെയും കുറെ ശത്രുക്കളെയും. നിന്ദയും പ്രശംസയും അതൊക്കെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ചിലർ പ്രശംസിച്ചു, ചിലയിടത്ത് ചിലർ നിന്ദിച്ചു. ശത്രുവിനെയും മിത്രത്തെയും സ്വന്തമാക്കി, രാഗദ്വേഷങ്ങളൊക്കെ സ്വന്തമാക്കി. ഇതൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ചിത്തശുദ്ധി ഇതുവരെ വന്നില്ല. അപ്പൊ ഇവിടെ തകരാറ് സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ, ലൗകികമായ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. കർമ്മത്തിന്റെ മഹത്വത്തെ അവിടെ കുറച്ച് കാണാൻ പറ്റും, പക്ഷേ അതിൽ ആത്മീയമായ മഹത്വമില്ല. അത് നഷ്ടപ്പെടുത്തി. അപ്പം അത്തരം കർമ്മങ്ങളിലേക്ക് സ്വയം മറന്നിറങ്ങുന്നവൻ അവൻ തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണ്. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും കാലം ശ്രമിച്ചിട്ടും ഒന്നും നേടിയില്ല. എന്താ ശ്രമിച്ചത്? ഇതിലേക്ക് ഇറങ്ങുന്നത് തന്നെ അവിവേകം ആണ് അതിന് പ്രേരിപ്പിക്കുന്നത്. എന്ന് സമ്പാദിക്കുന്നു എന്താണ്? അവിവേകത്തെ തന്നെ. പിന്നെ അതിൽ കൂടുതൽ എന്താണ് നേടുന്നത്? ഒന്നും നേടത്തില്ല. അതുകൊണ്ട് ഇതിനെ ഗൗരവമായി തന്നെ സ്വീകരിക്കും. എങ്ങനെയാണോ ഒരുവൻ സ്നേഹത്തെ ത്യജിക്കാൻ, വർജിക്കാൻ തയ്യാറാകുന്നത്, അതുപോലെ അയാൾ ദേഷ്യത്തെയും ത്യജിക്കണം. ഇത് രണ്ടിനെയും ഒരുപോലെ ഒഴിവാക്കിയാലേ മനസ്സ് സമതലം മനസ്സ് കണ്ടെത്താൻ പറ്റും. അതാണ് മനസ്സിന്റെ ശുദ്ധി എന്ന് പറയുന്നത്. അതങ്ങനെ സ്വീകരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. നാഭിനന്ദിഷ്ടി. അല്ലാതെ സ്ഥിതപ്രജ്ഞന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ട് ആസ്വദിച്ചിട്ട് അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? മറ്റുള്ളവർക്ക് അതുകൊണ്ട് എന്താ പ്രയോജനം? സ്ഥിതപ്രജ്ഞൻ സൂഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും പാൽപ്പായസം കുടിക്കുന്നു എന്ന് കേൾക്കുന്നത് പോലെയുള്ളൂ. അതുകൊണ്ട് സാധകൻ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. സ്ഥിതപ്രജ്ഞൻ ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് സാധകന് യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ് സൂചിപ്പിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നു. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത് വളരെ സുഖമാണ് എന്ന് പറഞ്ഞാൽ അതിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ അതിനെ വർണ്ണിക്കുകയല്ല ഭാഷ ഉപയോഗിച്ച്, മറിച്ച് ഇതിനെ
ഉൾക്കൊള്ളാനും അതിന് സ്വന്തം സാധനയെയും സ്വീകരിക്കാനും വേണ്ടി മാത്രമാണ് ഇതിനെ വിശദീകരിക്കുന്നത്. പറയുന്നതാരാ? സ്ഥിതപ്രജ്ഞൻ. സ്ഥിതപ്രജ്ഞന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് സ്വയം എന്താ പ്രയോജനം? ഒരു പ്രയോജനമുണ്ട്. അപ്പോൾ ജിജ്ഞാസയുള്ളവന് സ്വീകരിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ അഭിനന്ദനവും ദ്വേഷവും, ശത്രുവും മിത്രവും പാടില്ല. സ്വന്തം അന്ധകരണത്തിൽ അതിനിടം കൊടുക്കാൻ പാടില്ല. രണ്ടും ഒരുപോലെ തന്നെ വർദ്ധിക്കണം. നാഭിനന്ദതി നദ്വേഷ്ടി. അത് വർജിക്കുന്നതാണ് സഹനം എന്ന് പറയുന്നത്. ഇതെല്ലാം ഫലത്തിൽ ഇതെല്ലാം ഒന്നായി തീരുകയാണ്. നമ്മൾ പിരിച്ചു പറയുമല്ലോ, നിത്യാനിത്യ വസ്തുവിവേകം ഇഹാമുത്ര ഫലഭോഗ വിരാഗ സമാധി ഷട്ക സമ്പത്തി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ സാധന ചതുഷ്ടയം. വാസ്തവത്തിൽ ഈ സാധന ചതുഷ്ടയം ആത്യന്തികമായിട്ട് ഒന്നാണ്. അത് പരിശീലിച്ച് തുടങ്ങാൻ വേണ്ടി 4 പറയുകയാണ്. വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ ഇത് ഒന്നാണ്. ഇവിടെ ഇതെല്ലാം കൊണ്ട് അയാൾക്ക് വരേണ്ടത് ഈശ്വരബോധത്തിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങളെ പരിഹരിക്കുക, ഈശ്വരബോധത്തെ വളർത്തുക. ആ ഈശ്വരബോധത്തിന്റെ വളർച്ചയിൽ ഇതെല്ലാം ഒന്നായിത്തീരും. ആ ഈശ്വരബോധത്തിൽ ഇതെല്ലാം അന്തർഭവിക്കും. അപ്പം അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ പരിഹരിക്കുന്നതിനുള്ള ഉപായമാണ് ഇവിടെ പറയുന്നത്. അതില്ലാതെ വരെ ആധ്യാത്മിക സാധന അതിനൊന്നും വലിയ അർത്ഥമില്ല. കുറേ സമയം കണ്ണടച്ചിരുന്നതുകൊണ്ടോ കുറേ സമയം മാല ഉരുട്ടിയതുകൊണ്ടോ അതൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്തിയാൽ, പക്ഷെ കാര്യങ്ങൾ അതിൽ തീർത്തു കളയരുതെന്നുള്ളതാണ്. ഒരാൾ ഒരാധ്യാത്മിക ജീവിതത്തെ ഗൗരവമായി സമീപിക്കുകയാണ്. മറ്റങ്ങനെയല്ല, ഞായറാഴ്ച പള്ളിയിൽ പോയി ബാക്കിയുള്ള ദിവസം മറ്റു പണിയായി നടക്കും പോലല്ല ഇത്. ഒരാളതിനെ സ്വന്തം ജീവിത ദൗത്യമായിട്ട് അയാൾ അതിനെ എടുത്തു കഴിഞ്ഞാൽ, അതിനെ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കാലം കഴിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇതിന് കുറച്ച് സമയം കണ്ണടച്ചിരിക്കുക, കുറച്ച് സമയം മാല ഉരുട്ടുക, കുറച്ച് സമയം പാട്ട് പാടുക, ഇതിലൊന്നും കൊണ്ടിത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല. ഇത് ജീവിതത്തിലെ അനുക്ഷണത്തിനും കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണ് എന്ന് ചുരുക്കം. പ്രതിക്ഷണവും ഇതിനെക്കുറിച്ച് ബോധവാനായിരിക്കുകയും തന്റെ ആന്തരിക ഭാവങ്ങളെ, മനോഭാവങ്ങളെ പരിശോധിക്കുകയും നിരാകരിക്കേണ്ടതിന് നിരാകരിക്കുകയും സ്വീകരിക്കേണ്ടതിന് സ്വീകരിക്കുകയും ചെയ്തു പോകണം. എന്നാലേ അതിലൊരു സമഗ്രത, പൂർണ്ണത വരത്തുള്ളൂ. ഇതിനൊന്നും കഴിയാത്ത ഒരാളാണെങ്കിൽ കുറച്ച് സമയം അങ്ങനെ ഇരുന്നോട്ടെ, മറ്റുള്ളവർക്ക് ഒന്നുമില്ലെങ്കിൽ ശല്യമെങ്കിലും ഉണ്ടാകാതിരിക്കുമല്ലോ. അതുകൊണ്ട് ആശ്രമത്തിൽ ആരെങ്കിലും ഇരുന്ന് ജപിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ശല്യപ്പെടുത്തരുത്. കാരണം അവരെ കൊണ്ട് തൽക്കാലം ശല്യമില്ല എന്ന് കരുത്. ഒരു സമൂഹത്തിനത് നല്ലതാണ്. കുറെ പേര് അങ്ങനെ ഇരിക്കുന്നു, ഉപദ്രവമില്ലാതെ. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തീരുന്നതല്ല ഈ പ്രശ്നം. അയാൾ ഇതിനൊരു ജീവിത ദൗത്യമായി എടുത്തിട്ടുണ്ടെങ്കിൽ പോരെ. പിന്നെ മറ്റ് ലൗകിക വിഷയങ്ങളിൽ മുങ്ങി ലൗകിക കാമനകൾക്ക് പ്രേരിതരായി സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചായിക്കോട്ടെ, കുറച്ച് സമയം ജപിക്കുകയോ പാടുകയൊക്കെ ചെയ്തോട്ടെ, കുറച്ച് സമയം. ബാക്കിയുള്ള സമയം പിന്നെ അവരുടെ അജ്ഞാനനിഷ്ഠമായ വ്യവഹാരങ്ങൾ ആയിക്കോട്ടെ, അവർക്ക് അത്രേ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അവര് സാധനയെ ഗൗരവമായി സമീപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രദക്ഷിണം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, അത് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. അതാണ് ഇവിടെ പറയുന്നത്. നാഭിനന്ദതി നദ്വേഷ്ടി. അടുത്ത ഭാഷകാരൻ പറയുന്നു, ശുഭം പ്രാപ്യ ന തുഷ്യതി ന ഹൃഷ്യതി. അശുഭം ച പ്രാപ്യ നദ്വേഷ്ടി ഇത്യർത്ഥ. ശുഭത്തെ പ്രാപിച്ചിട്ട് അയാൾ
ഹർഷിക്കുന്നില്ല, ഹർഷോന്മാദം അതിനയാൾ പ്രാപിക്കുന്നില്ല. അശുഭത്തെ പ്രാപിച്ചിട്ട് നദ്വേഷ്ടി, വിഷാദത്തെ പ്രാപിക്കുന്നില്ല. അതാണ് എന്താ അതുകൊണ്ടുള്ള പ്രയോജനം? അതടുത്ത് പറയുന്നു, തസ്യേവം ഹർഷവിഷാദവർജിതസ്യ വിവേകജ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇങ്ങനെ ചെയ്യുന്ന ഒരു സാധകനിൽ തസ്യ ഹർഷവിഷാദവർജിതസ്യ, ഈ ഹർഷവിഷാദത്തെ വർജിക്കുക ഒരു ശീലമായിട്ടുള്ളവൻ, അവനിൽ മാത്രമേ വിവേകജ പ്രജ്ഞ, അവന്റെ മോഹത്തെ നശിപ്പിക്കുന്ന വിവേകമാകുന്ന, വിവേകം തന്നെ പ്രജ്ഞയാകുന്നു, വിവേകം കൊണ്ടും പ്രജ്ഞയുണ്ടാകും. രണ്ടു തരത്തിൽ സംഭവിക്കുന്നു. വിവേകം തന്നെ പ്രജ്ഞയാകുന്ന ആരിൽ? സ്ഥിതപ്രജ്ഞനൻ. വിവേകം കൊണ്ട് പ്രജ്ഞ ഉണ്ടാകുന്ന ആരിൽ? സാധകൻ. അത് പ്രതിഷ്ഠിതമായിത്തീരുന്നു. അതായത് വിവേകം സഹജമായി തീരുമ്പോൾ അത് തന്നെ പ്രജ്ഞ. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. സാധകനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ വിവേകത്തെ അയാൾ അഭ്യസിക്കുന്നു. അഭ്യസിക്കുന്നതിനനുസരിച്ച് അയാളിൽ വിവേകപ്രജ്ഞ ദൃഢപ്പെടുന്നു. അഭ്യാസത്തിലൂടെ അയാൾ കൈവരിക്കുന്നതാണ് വിവേകപ്രജ്ഞ. യദ്ഭാവേതി തദ്ഭവതി എന്ന് പറയുന്നതാണ്. ഇനി പറയും, നചായുക്തസ്യ ഭാവന, അയുക്തന് ഭാവനയില്ല. അർജുനോട് പറഞ്ഞല്ലോ, യോഗയുക്തോ ഭവാർജുന, യോഗയുക്തനായിരിക്കുന്നവനെ ഭാവനയുള്ളൂ. ആ ഭാവനയാണ് അഭ്യാസം. ആ അഭ്യാസം ദൃഢപ്പെട്ടു വരുന്നതിനനുസരിച്ച് അയാളിൽ പ്രജ്ഞ ദൃഢപ്പെടുന്നു. ചില കുതർക്കം ചോദിക്കും, ഈ വിവേകം ഉണ്ടെങ്കിലേ രാഗദ്വേഷങ്ങൾ പോകത്തുള്ളൂ, രാഗദ്വേഷങ്ങൾ പോയാലേ വിവേകം വരൂ എന്ന് പറയും. ഇത് പരസ്പര ആശ്രിതമല്ല, ഇത് രണ്ടും നടക്കത്തില്ലല്ലോ എന്ന് ചില ചോദിക്കും. മനസ്സിൽ വരുന്ന ഒരു കുതർക്കമാണ്. ഇത് പരസ്പര വിരുദ്ധമല്ല, മറിച്ച് ഇത് പരസ്പര ആശ്രിതമായിരിക്കുന്ന കാര്യങ്ങൾ പരസ്പര പൂരകമായിരിക്കും. നമ്മൾ ധരിക്കുന്നത് പരസ്പര ആശ്രിതമായിരിക്കുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമെന്നാണ്. അങ്ങനെയല്ല. വിവേകം കൊണ്ട് മോഹം നശിക്കുന്നു, മോഹനാശം കൊണ്ട് വിവേകം ഉണ്ടാകുന്നു എന്ന് പറയുന്നിടത്ത് ഇത് പരസ്പര ആശ്രിതമായതുകൊണ്ട് പരസ്പര വിരുദ്ധമെന്നാണ് നമ്മൾ ധരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. അതിൽ ഇത് പരസ്പര ആശ്രിതമെന്നുള്ളതിനെ ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പരസ്പര ആശ്രിതമായിരിക്കുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരിതമാകാം. എന്നുവെച്ചാൽ ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുന്നു. മോഹനാശം വിവേകത്തിന്റെ വളർച്ചയെ സഹായിക്കുന്നു. അതാണ് പരസ്പര പൂരിതം എന്ന് പറഞ്ഞത്. വിവേകത്തിന്റെ വളർച്ച മോഹനാശത്തെ ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ആശ്രയിക്കുന്നതുകൊണ്ട് പരസ്പര വിരോധമെന്ന് വരുന്നത് പരസ്പര പൂരിതമായി വരും. ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുന്നു. ആ ക്രമത്തിലാണ് ഇതൊരു ജിജ്ഞാസുവിൽ ഇത് രണ്ട് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ഹർഷവിഷാദവർജിതസ്യ. ഹർഷവിഷാദവർജനത്തെ ഒരാൾ അഭ്യസിക്കുകയാണെങ്കിൽ അയാൾ ഈശ്വരബോധം ദൃഢപ്പെട്ടു വരുന്നു. അത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹർഷവിഷാദങ്ങളെ അതിജീവിക്കുന്നതിനുള്ള സാമർഥ്യം അയാൾ വർദ്ധിച്ചു വരും. മനസ്സിന്റെ ശത്രുമിത്രഭാവത്തെ ചില ചോദിക്കും, മനസ്സിൽ നിന്ന് ശത്രുമിത്രഭാവത്തെ ഒഴിവാക്കിയാലും പുറമേ ശത്രുമിത്രം ഉണ്ടല്ലോ, പുറമേ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം പിന്നെ എങ്ങനെ മനസ്സിൽ നിന്ന് ഒഴിവാകും? എന്തുകൊണ്ട്? മഹാത്മാക്കളെ പോലെ നിന്ദിക്കുന്നവരുണ്ട്, സ്തുതിക്കുന്നവരുണ്ട്.
അവിടെ ശത്രുവും മിത്രവും ഉണ്ട്. പറഞ്ഞല്ലോ, ഇത് ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നു. ഇത് ആന്തരികമായ അവസ്ഥകളെക്കുറിച്ച് പറയുകയാണ്. ബാഹ്യമായി നിൽക്കുകയോ നിൽക്കാതിരിക്കട്ടെ, അതൊക്കെ വ്യക്തിയുടെ പ്രാരബ്ധം. ആന്തരികമായി നിൽക്കാൻ പാടില്ല, അതാണ് ഇവിടെ പറയുന്നത്. മനസ്സിൽ പാടില്ല. പുറമേ നിന്നോട്ടെ, പുറമേ നിൽക്കാം. മഹാത്മാക്കൾക്ക് ശത്രുവും മിത്രവും നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയാം ഇല്ല, ജിജ്ഞാസുവിന്റെ കാര്യം പറയാനില്ല. ജിജ്ഞാസുവിനും കാണാം. അത് പറഞ്ഞല്ലോ, അത് നമ്മുടെ പ്രാരബ്ധത്തോടൊപ്പം വന്നതാണ്. നമ്മുടെ മിത്രം നമ്മോടൊപ്പം ഇരിക്കുന്നത് നമ്മുടെ പ്രാരബ്ധത്തിനോടൊപ്പം നമ്മളോടൊപ്പം വന്നതാണ്. ശത്രു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതും അതുപോലെ വന്നതാണ്. അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഒഴിവാക്കാനൊട്ട് കഴിയത്തുമില്ല. പുറമേ അതെല്ലാം അങ്ങനെ നിന്നാലും ഒരുവന് തന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാം. മനസ്സിലിരിക്കുന്ന ശത്രുതയെ ഒഴിവാക്കാം. മനസ്സിലിരിക്കുന്ന മിത്രതയും അതുപോലെ തന്നെ ഒഴിവാക്കും. എന്തുകൊണ്ട്? ഇതെല്ലാം താമസ രാജസവൃത്തികളാണ്. ശത്രുത രാജസവൃത്തിയാണ്, മിത്രത താമസവൃത്തിയാണ്. അതിനൊഴിവാക്കണം. അത് ഒഴിവാക്കുമ്പോൾ അവിടെ സാത്വിക വൃത്തി വരും. അതാണ് വിവേകജ പ്രജ്ഞ. ആ വിവേകപ്രജ്ഞ അവിടെ ദൃഢമായിത്തീരുന്നു, പ്രതിഷ്ഠിതമായിത്തീരുന്നു, ഉറച്ചിരിക്കുന്നു. അതിനുള്ള ഉപായത്തെയാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. യഹ, ഏതൊരുവനാണോ സർവത്ര അനഭിസ്നേഹ, ഒന്നിനോടും അഭിസ്നേഹം പ്രേമം ഇല്ലാതിരിക്കുന്നത്, തത് തത് ശുഭം ശുഭ അശുഭം പ്രാപ്യ, ഓരോരോ സ്വദുഃഖങ്ങൾ പ്രാപ്തമാകുമ്പോൾ അഭിനന്ദതി, അഭിനന്ദിക്കുന്നില്ല സുഖത്തെ, ദ്വേഷ്ടി, ദുഃഖത്തെ ദ്വേഷിക്കുന്നില്ല, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അവന്റെ പ്രജ്ഞ സ്ഥിരതയെ പ്രാപിക്കുന്നു. എന്ന് പറയുമ്പോൾ ഇത് രണ്ടു കൂട്ടരും, സ്ഥിതപ്രജ്ഞനും സാധകനും യോജിപ്പിക്കുന്നു. സാധകൻ ഇതിൽ തന്നിൽ യോജിപ്പിച്ച് മനസ്സിലാക്കും. യർവത്രാനഭിസ്നേഹ തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അടുത്ത ശ്ലോകത്തിൽ ചർച്ച ചെയ്യുന്നതും വിഷയവും ഇതുപോലെ തന്നെ ഒരു സാധകനെ ഉദ്ദേശിച്ച് പറയുകയാണ്. അവിടെ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ചാണ്. അതൊരു സ്ഥിതപ്രജ്ഞനിൽ എങ്ങനെ സഹജമായിരിക്കുന്നു, ഒരു സാധകനിൽ അതെങ്ങനെ ഉപായമായിത്തീരുന്നു, സാധനയായിത്തീരുന്നു. അതാണ് അടുത്ത ഇന്ദ്രിയ നിഗ്രഹം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനടുത്ത് ചർച്ച ചെയ്യുന്നത്. യഥാ സംഹരത്തെ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അടുത്ത ചർച്ച